ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷമ്മു സ്മാർട്ട് ഡിസൈൻസ്. ഇന്ന് നമ്മൾ കിഡ്സിനായിട്ടുള്ള ഒരു പ്ലാസോ പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ബെൽ ബട്ടൺ വരും, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ റയോൺ മെറ്റീരിയൽ 1 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. കിഡ്സിനായതുകൊണ്ട് നമുക്ക് 1 മീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഒരു അര മീറ്ററൊക്കെ മതിയാകും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മെറ്റീരിയലൊന്ന് 4ആക്കി മടക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ പഴയൊരു പാൻറ്റിൽ നിന്ന് അളവെടുത്തിട്ടാണ് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ തുണിയൊന്ന് 4ആക്കി മടക്കിയിടാം. ഇനി നമുക്ക് ഇതിലേക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ എലാസ്റ്റിക് വെച്ച ഭാഗം ഒന്ന് അളവെടുക്കണം. അപ്പോൾ ഇതൊരു റെഡിമെയ്ഡ് പാൻറ്റാണ്. അപ്പോൾ അളവെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എലാസ്റ്റിക് വെച്ച ഭാഗമായതുകൊണ്ടാണ് ഈ ക്ലോത്ത് ഇങ്ങനെ ചുരുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അളവെടുക്കുമ്പോൾ നമ്മൾ ഈ ഭാഗം ഇതുപോലെ ഒന്ന് കൈകൊണ്ട് നന്നായി നിവർത്തി പിടിച്ചെടുത്ത ശേഷം വേണം അളവെടുക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമ്മൾ ഒരു ഭാഗം ആദ്യം കൈകൊണ്ട് നന്നായി വലിച്ച് പിടിച്ചിട്ട് നമുക്കൊന്ന് അളവെടുക്കാം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ആദ്യം നമുക്കിതുപോലെ ടാപ്പ് വയ്ക്കുക. എന്നിട്ട് നന്നായി വലിച്ച് പിടിച്ചിട്ട് വേണം നമുക്ക് അളവെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എനിക്ക് എലാസ്റ്റിക് വെച്ച് ഈ ഭാഗത്തിൻ്റെ ക്ലോത്തിൻ്റെ അളവ് വന്നിരിക്കുന്നത് ഒരു 9.5 ഇഞ്ചിലാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി എടുക്കേണ്ടത് അതിൻ്റെ വീതിയാണ്. അപ്പോൾ ഇവിടെ എലാസ്റ്റിക്കിൻ്റെ വീതി എടുത്തിരിക്കുന്നത് 1.5 ഇഞ്ചിലാട്ടോ. 1.5 ഇഞ്ചിലാണ് ആ ഭാഗം നമുക്ക് വീതി കിട്ടിയിരിക്കുന്നത്. അതിൽ കൂടി നമുക്കൊരു അര ഇഞ്ച് കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ തയ്യൽ തുമ്പ് കണ്ടില്ലേ, ഉള്ളിലേക്ക് ഒരു അര ഇഞ്ച് പോയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അര ഇഞ്ച് കൂട്ടുന്നത്. അപ്പോൾ ഒരു 2 ഇഞ്ചിൽ നമുക്ക് ഇതിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ച ഭാഗത്ത് നിന്ന് താഴേക്ക് ഇതുപോലെ നമുക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് നേരെ വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചെടുത്ത ശേഷം ഇനി നമുക്ക് കിട്ടിയ 9.5 ഇഞ്ച് ഇതിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഏതൊരു പാൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ അളവെടുത്ത് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 to 5 വയസ്സായ കുട്ടിക്കാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അളവ് പാൻറ്റ് ഇല്ലെങ്കിലും ഞാൻ ഈ മാർക്ക് ചെയ്ത അളവുകൾ തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈ ക്രോച്ചിൻ്റെ ഏരിയയാണ് അളവെടുക്കാനുള്ളത്. അപ്പോൾ എല്ലാ പാൻറ്റിലും നമുക്ക് ഇതുപോലെ ഒരു ഏരിയ കാണാൻ പറ്റും. അപ്പോൾ ഈ ക്രോച്ച് ഏരിയ നമുക്കൊന്ന് അളവെടുക്കാം. അപ്പോൾ 2 ഇഞ്ച് എലാസ്റ്റിക്കിൻ്റെ ഭാഗം വിട്ടിട്ട് താഴേക്ക് വേണം നമ്മൾ അളവെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ടാപ്പ് പിടിച്ചിട്ട് നമുക്ക് ആ ഏരിയ ഒന്ന് അളവെടുക്കാം. അപ്പോൾ ഇവിടെ 8 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 8 ഇഞ്ച് നമുക്ക് ഇനി ഇതിലേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇനി മാർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ 2 ഇഞ്ച് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ താഴേക്ക് വേണം അളവ് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ 8 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അളവെടുക്കേണ്ടത് പാൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ്. 2 ഇഞ്ച് മുകളിൽ എലാസ്റ്റിക് വെച്ച ഭാഗം വിട്ടിട്ട് ബാക്കി പാൻറ്റിന് എത്രയാണോ ടോട്ടൽ ഇറക്കം വരുന്നത് അതൊന്ന് അളവെടുക്കുക. അപ്പോൾ ഞാനിതുപോലെ ടാപ്പ് വെച്ചിട്ട് ഒന്ന് അളവെടുക്കുന്നുണ്ട്. 20.5 ഇഞ്ചാണ് എനിക്കിപ്പോൾ ഇവിടെ പാൻറ്റിൻ്റെ അളവ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ കൂടി മുകളിൽ 1/2 ഇഞ്ച് എലാസ്റ്റിക് ജോയിൻ ചെയ്യാനും അതുപോലെ താഴേക്ക് 1 ഇഞ്ച് മടക്കി അടിക്കാനും കൂടിയിട്ട് എടുക്കണം. അതായത് 1.5 ഇഞ്ച് ടോട്ടൽ നമുക്ക് കിട്ടിയ അളവിൽ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 22 ഇഞ്ചാണ്. നമ്മുടെ ഇറക്കത്തേക്കാളും 1.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ മുകളിൽ ആ 2 ഇഞ്ച് സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിൻ്റെ താഴേക്കായിട്ട് ഇതുപോലെ 22 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഈ പാൻറ്റിൻ്റെ അടിഭാഗത്തുള്ള വണ്ണം കൂടി ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ റെഡിമെയ്ഡ് പാൻറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വിരിവിലാണ് നമുക്കിവിടെ അളവ് കിട്ടിയിരിക്കുന്നത്. ഒരു 14 ഇഞ്ചൊക്കെ ഇവിടെ വിരിവ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിരിവ് തന്നെ നമുക്ക് ആവശ്യമില്ല. കുട്ടികളൊക്കെ കളിക്കുന്ന കുട്ടികളല്ല, അപ്പോൾ തെന്നി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 10 ഇഞ്ചിലാണ് വണ്ണം എടുക്കുന്നത്. അപ്പോൾ ഒരു 10 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതാ ഇവിടെ ആയിട്ട് ഒന്ന് കുഴിച്ച് വരയ്ക്കണം കേട്ടോ. നമ്മൾ ഈ ആം ഹോളൊക്കെ കുഴിച്ച് വരയ്ക്കില്ലേ, അതുപോലെ ഒന്ന് ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അടിഭാഗവും നമ്മളിപ്പോൾ മാർക്ക് ചെയ്തതും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ശേഷം ഈ മാർക്ക് ചെയ്തതിൽ കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
ഈ മുകൾ വശവും കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ മടക്കി വെച്ചത് ഈ ഒരു പൊസിഷനിലായതുകൊണ്ടാണ് ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്കായിട്ട് വേറൊരു പീസിൻ്റെ നല്ല വശം ഫേസ് ടു ഫേസ് വരുന്ന രീതിക്ക് ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ആ കർവ് ചെയ്ത ഭാഗമാണ് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ കുട്ടികളൊക്കെയാണ് പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ്ങൊക്കെ വിടും. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക. അപ്പോൾ സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ കിടന്നോളും. ഇനി നമുക്ക് പാൻറ്റിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിക്കാം. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ ആദ്യം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി പിന്നീട് വീണ്ടും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കിതുപോലെ രണ്ട് പാൻറ്റിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങൊക്കെ വളരെ സിമ്പിളാട്ടോ. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിൽ പണി കഴിയും. മുമ്പ് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തിരി ലെങ്ത് ആയത്. നമ്മൾ ബിഗിനേഴ്സിനൊക്കെ മനസ്സിലാവണമല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ വിട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് വെക്കുന്ന ഭാഗവും കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ കഴിയുന്നൊരു സ്റ്റിച്ചിങ് ആട്ടോ പാൻറ്റ്. അപ്പോൾ ഞാനിത് ഈ കാണിക്കുന്നത് പോലെ ആദ്യം ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ട് നമ്മൾ മുകളിൽ 2 ഇഞ്ചിലാണല്ലോ എലാസ്റ്റിക് വെക്കുന്ന ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ഇഞ്ച് വരുന്നത് പോലെ വലുതായിട്ട് തന്നെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമുക്ക് ഈ എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ നിന്നാണോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത് അവിടെ തന്നെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കരുത്. 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് കൊണ്ടുവന്ന് നിർത്താനായിട്ട്. നമുക്ക് എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാനായിട്ടാണ്. സ്റ്റിച്ച് ചെയ്ത ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഈ ഗ്യാപ്പിലൂടെ നമുക്ക് എലാസ്റ്റിക് ഒന്ന് ഇട്ടെടുക്കാം. അപ്പോൾ 1 ഇഞ്ച് വീതിയിലുള്ള എലാസ്റ്റിക്കാണ്. നീളം എടുത്തിരിക്കുന്നത് ഞാനൊരു 15 ഇഞ്ചിലാട്ടോ. അപ്പോൾ നമ്മുടെ അരവണ്ണത്തിനേക്കാളും ഒരു 2-3 ഇഞ്ച് കമ്മിയാക്കിയിട്ട് വേണം നമുക്ക് എലാസ്റ്റിക് എടുക്കാനായിട്ട്. അതുപോലെ രണ്ട് സൈഡും ഒരു 1/2 ഇഞ്ച് നമുക്ക് എലാസ്റ്റിക് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടി എടുക്കണം. അപ്പോൾ ഞാൻ ടോട്ടൽ ഒരു 15 ഇഞ്ചിലാണ് ഇവിടെ എലാസ്റ്റിക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എലാസ്റ്റിക് ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. എലാസ്റ്റിക് ഇവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ആ ഭാഗം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് എലാസ്റ്റിക് ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്ലാസോ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സിമ്പിളാണ് ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൻറ്റിൻ്റെ അളവ് എടുത്തിട്ട് നമ്മൾ കാണിച്ചു തന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും മക്കൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് കയറി കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കമൻസൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. നമ്മൾ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഓരോ വീഡിയോസായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളെല്ലാവരും പറഞ്ഞ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.